അമ്മ തെരഞ്ഞെടുപ്പ് ഈ ഓഗസ്റ്റ് 15-ന് നടക്കുകയാണ്. ഇപ്പോൾ കുക്കു പരമേശ്വരനെതിരെ ഒരു വിഭാഗം തിരിഞ്ഞിരിക്കുകയാണ്. ഈ അമ്മയുടെ പെൺമക്കൾ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ വരുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് സംഭവം? ഒരു സ്വകാര്യ യൂട്യൂബ് ചാനൽ 8 വീഡിയോ മറ്റ് ചെയ്തു അമ്മയുടെ ഇലക്ഷനെ സംബന്ധിച്ച്. ഞാൻ എപ്പോഴും വിചാരിക്കുന്നൊരു കാര്യമുണ്ട്, ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് കുറച്ച് അന്തസ്സുള്ളവർ വന്നാലാണ് ആ സംഘടന നയിക്കുന്നത് ആരാണ് എന്നൊരു ചോദ്യം വരുമ്പോൾ ആ സംഘടനയുടെ അന്തസ്സും ആഭിജാത്യവും നമുക്കറിയാം. ഇപ്പോൾ മത്സരിക്കുന്നവർ അന്തസ്സില്ലാത്തവരല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ അവിടെ ഈ പരസ്പരം വിഴുക്കലകൾ, ഇപ്പോൾ പൊന്നമ്മ ബാബു പത്രസമ്മേളനം നടത്തുന്നു, കുക്കു പരമേശ്വരനാണ് അവിടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു കാൻഡിഡേറ്റ്. അപ്പോൾ കുക്കു പരമേശ്വരനെതിരെ തിരിഞ്ഞിരിക്കുന്നു. 2 വർഷം മുമ്പ് നടന്ന ഒരു സംഭവം, ആ സംഭവം ഇപ്പോൾ കുത്തിപ്പൊക്കി അത് കുക്കു പരമേശ്വരനെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അപ്പോൾ ആ യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടത് ഇതിൻ്റെ പിന്നിൽ ഒരു നടനാണ്, പത്രിക പിൻവലിച്ച ഒരു നടനാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബാക്ക് സീറ്റ് ഡ്രൈവിങ്ങിലാണ് ഈ വാട്സപ്പ് ഉണ്ടാകുന്നതും വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചതും പിന്നീട് പത്രസമ്മേളനം നടത്തുമെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് ആ യൂട്യൂബ് ചാനലിൽ നടന്നത്. ഞാൻ സാധാരണ ഇതിലിടപെടാറില്ല, അല്ലെങ്കിൽ അന്വേഷിക്കാറില്ല. കാരണം അത്രയും അന്തസ്സ് കെട്ട രീതിയിലാണ് ഇപ്പോൾ അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഇതേ ചാനലിൽ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ഉണ്ടായ അപവാദങ്ങളും എനിക്കുണ്ടായ പ്രശ്നങ്ങളുമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഫെഫ്കയിൽ വരെ കംപ്ലയിൻറ്റ് ചെയ്തു. ഞാൻ ഫെഫ്കയുടെ അധികാരത്തിലിരുന്നുകൊണ്ട് ഇതുപോലെ വീഡിയോ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു തെറ്റും അതിൽ പറഞ്ഞിരുന്നില്ല. എന്നാൽ ഈ മർദാണൻ ഷാൻസ്കറിയ അടക്കം ഒരുപാട് പേര് ഇതിനെതിരെ ചെയ്തിട്ടും ഇവർക്കാർക്കും പ്രതികരിക്കാൻ കഴിയുന്നില്ല. കാരണം സത്യമാണ്, പല കാര്യങ്ങളും സത്യമാണ്. ഇനി അവിടെ ഈ അധികാരത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ അവർ ഈ വിഴുപ്പലക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം. മറ്റുള്ളവർക്കെതിരെ ഈ വോട്ട് മേടിക്കാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ അംഗങ്ങളെ സ്വാധീനിക്കുക, അംഗങ്ങൾക്ക് നല്ല ഒരാളാണ് മത്സരിക്കുന്നതെന്നൊരു തോന്നലുണ്ടാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് മറ്റു ചിലരെ കൊണ്ട് ഈ വിഴുപ്പലക്കൽ നടത്തുന്നത്. അതെ, ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടത്, ഈ ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടത്തുന്ന ആ അംഗം, അദ്ദേഹത്തിന് ഇതൊന്ന് തല്ലിപ്പിരിഞ്ഞാൽ വീണ്ടും അതിൻ്റെ അധികാരത്തിലേക്ക് വരാം, എല്ലാവരും വന്നിട്ട് ചേട്ടാ ഭരണം വന്ന് സഹായിക്കണമെന്ന് പറയും, അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പ്രവർത്തിക്കുന്നത് പറയും. എന്തായാലും 15-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് ഇവിടുത്തെ പ്രമുഖ താരങ്ങൾ, ഇപ്പം മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും സുരേഷ് ഗോപി ആയാലും ആരും അതിനെതിരെ പ്രതികരിക്കുന്നില്ല, ഒന്നും പ്രതികരിച്ച് കാണുന്നില്ല. അവരേകദേശം കൈയൊഴിഞ്ഞ മട്ടാണ്. എന്തുകൊണ്ടാണ് കൈയൊഴിയേണ്ടി വരുന്നത്? ഇതുപോലുള്ള ചില താഴെക്കിടയിലുള്ള അംഗങ്ങളുടെ പ്രവൃത്തികളാണ്. കാരണം ഒരു സംഘടനയുടെ അന്തസ്സ് കളയുക, പത്രസമ്മേളനം നടത്തുക, അവിടെ മറ്റൊരാളെ കുറ്റം പറയുക, വാട്സപ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുക, ഇതൊക്കെ ആ സംഘടനയുടെ അന്തസ്സാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി അടക്കം മോഹൻലാൽ അടക്കം ആരും അതിനെതിരെ പ്രതികരിക്കുന്നില്ല, അതിലേക്ക് വരുന്നുമില്ല. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ അംഗങ്ങൾ തീരുമാനിക്കണ്ടേ? ഞങ്ങളുടെ സംഘടനയാണ്, അത് കെട്ടുറപ്പോടെ പോകണം. ഈ പരസ്പരം തെറി വിളിക്കുന്നവർ നാളെ ഒന്നിച്ച് ഇരിക്കേണ്ടവരാണ്. അവർക്കെങ്ങനെ മുഖത്ത് നോക്കാൻ കഴിയും? ഇത് രാഷ്ട്രീയക്കാരല്ലല്ലോ. ഇന്ന് തെറി വിളിച്ചിട്ട് നാളെ പാർട്ടി മാറി ആ തെറി വിളിച്ചവൻ്റെ കൂടെ കെട്ടിപ്പിടിച്ചിരിക്കാൻ കഴിയുന്നത് രാഷ്ട്രീയക്കാർക്ക് മാത്രമേ കഴിയൂ. അല്ലാത്തവരുടെ ഉള്ളിൽ അതിൻ്റെ വിഷമം ഉണ്ടാവും. ഏത് തെറിവിളി കേട്ടവൻ്റെ ഉള്ളിൽ മറ്റവിടെയുള്ള ദേഷ്യം ഉണ്ടാവും. അപ്പോൾ എത്ര അടുത്തിരുന്നാലും അവനെ ഒരു വല്ലാത്ത കണ്ണോടെ നോക്കാൻ കഴിയും. അപ്പം അമ്മയിൽ നടക്കുന്ന ഈ വിഴുപ്പലക്കലുകൾ അത് നല്ലതാണോ എന്ന് അംഗങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പം പൊന്നമ്മ ബാബു എനിക്കറിയാവുന്ന ആളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അവർ മത്സരിക്കുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. മത്സരിക്കുന്ന ഒരാളെ തോൽപ്പിക്കണമെന്ന് വിചാരിക്കുന്നത് അവർ നന്നായി പ്രവർത്തിക്കില്ല എന്ന് കരുതിയിട്ടല്ല, അവരോടുള്ള വ്യക്തിവൈരാഗ്യമാണ്. വ്യക്തിവൈരാഗ്യങ്ങൾ ഒരിക്കലും സംഘടനയിൽ കൊണ്ടുവരാതിരിക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യുക. നമുക്കിഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ കൂടി അയാൾ സംഘടനയ്ക്ക് അനുയോജ്യനാണോ അല്ലെ അനുയോജ്യയാണോ, അവർ വരട്ടെ എന്ന് തീരുമാനിക്കലാണ് ഏതൊരംഗവും എടുക്കേണ്ട തീരുമാനം. അതല്ലാതെ
അവളെ തകർത്ത് കളയാം അല്ലെ അവനെ തകർത്ത് കളയാമെന്ന് തീരുമാനിക്കുന്ന സംഘടനയെ തകർക്കുന്നതിന് തുല്യമാണ്. അത് ഇവരൊക്കെ മനസ്സിലാക്കാൻ കൊള്ളാം. അപ്പോൾ ഇനിയിപ്പോൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സുതാര്യമായ രീതിയിലുള്ളൊരു ഭാരവാഹികൾ എത്തുമെന്ന് പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കാൻ സാധ്യതയില്ല. കാരണം ഈ വരുന്നവർക്ക് എങ്ങനെ സ്വസ്ഥമായിട്ട് അവിടെ കാര്യങ്ങൾ നടത്താൻ പറ്റും? പറ്റില്ല. ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ദേവനും ശ്വേതയാണ്. അതിൽ ഞാൻ പറഞ്ഞു കേൾക്കുന്നത് ഇപ്പം ആ സംഘടനയിൽ ഒരുപാട് സ്ത്രീ അംഗങ്ങളുണ്ട്. അവരെല്ലാവരും കൂടി ശ്വേതയെ തോൽപ്പിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണിനോട് തോന്നുന്ന ഒരു അസൂയയോ കുശുമ്പോ ഒക്കെ ഉണ്ട്. അതാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത്. ശ്വേതയ്ക്ക് അംഗങ്ങളുടെ ഒരു സപ്പോർട്ട് കുറവുണ്ട്, ദേവനാണ് ജയിക്കാൻ സാധ്യത എന്ന് പറഞ്ഞു കേൾക്കുന്നു. എന്നാൽ ഒരു വനിത വരട്ടെ എന്ന് കരുതിയാണ് ജഗദീഷ് ഉൾപ്പെടെയുള്ളവർ പിന്മാറിയെന്ന് പറയുന്നു. അതിനും മറ്റൊരു വനിതയാണ് കാരണക്കാരി എന്ന് പറയുന്നത്. മാലാപാർവതി ജഗദീഷിനെതിരെ ഒരു കാര്യം പറഞ്ഞപ്പോൾ പലരും ഇതേപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞു അംഗങ്ങളുടെ സപ്പോർട്ട് കുറവാണ്, പുറത്തൊരു ഇമേജ് ഒക്കെ ഉണ്ട്, പക്ഷേ ജഗദീഷ് ഒരു കാര്യത്തിൽ ഇരട്ടത്താപ്പ് കാണിച്ചു എന്നാണ് പറയുന്നത്. ജഗദീഷ് സംഘടന ദോഷകരമായി പോട്ടെ എന്ന് കരുതി ഇരട്ടത്താപ്പ് കാണിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് മാത്രമല്ല അതിനെ നയിക്കാൻ കഴിവുള്ള ആൾ തന്നെയാണ്. പക്ഷേ ജഗദീഷ് പിന്മാറി. പിന്നെ അവശേഷിച്ചത് ദേവനും ശ്വേതയാണ്. അത് പുറത്തൊരു കാരണമായി പറഞ്ഞത് ഒരു വനിത മുഖ്യധാരയിലേക്ക് വരട്ടെ, അല്ലെ പ്രസിഡന്റായിട്ട് വരട്ടെ, ആദ്യമായി അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു വനിത വരട്ടെ എന്ന് കരുതിയിട്ടാണ്. പക്ഷേ ആ വനിതയെ തോൽപ്പിക്കാൻ തന്നെ മറ്റു വനിതാ അംഗങ്ങൾ ശ്രമിക്കുന്നു. അല്ല, നമ്മൾ WCC രൂപീകരിച്ചപ്പോൾ തന്നെ നമുക്കത് കണ്ടതാണല്ലോ. കാരണം അവർ കൃത്യമായ അജണ്ടയോടുകൂടി WCC രൂപീകരിച്ചു, സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ അതിൽ ആരും അവരോടൊപ്പം നിൽക്കാൻ തയ്യാറായതുമില്ല. അതിൽ പോയവർക്ക് സിനിമയിൽ അവസരം പോവുകയും ചെയ്തു. സിനിമയിൽ അവസരം കുറഞ്ഞത് WCC ഉണ്ടാക്കിക്കൊണ്ടത്. ഈ WCC തന്നെ എന്നോട് WCCയുടെ ഒരു അംഗം പറഞ്ഞതാണ്, അവിടെ 3 ഗ്രേഡാണ് അത്രേ. വളരെ പ്രധാനപ്പെട്ടവരെന്ന് പറയുന്നത് അവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രേഡിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, പിന്നീട് സാധാരണക്കാർക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. ഏതാണ്ട് 36 പേരേ ഉള്ളൂ ആ സംഘടനയിൽ. ഈ സിനിമയിൽ എത്രയോ വനിതാ പ്രവർത്തകരുണ്ട്, സാങ്കേതിക പ്രവർത്തകരായിട്ടും നടീനടന്മാരായിട്ടും. എന്നാൽ എല്ലാ വനിതകളും അവിടെ ഒന്നിക്കണ്ടേ? ഇല്ല. കാരണം ഞാൻ അവിടെയും പറയുന്നു, പണ്ട് ഒരു പഴമൊഴിയുണ്ടല്ലേ, കാരണവന്മാർ പറയാറുണ്ടായിരുന്നു, ഈ വനിതകൾ അവരെ ഒറ്റക്കെട്ടായി കൊണ്ടുപോവുക ബുദ്ധിമുട്ടാണ്, കാരണം അവിടെ തൊഴുത്തിൽ കുത്തുണ്ടാവുമെന്ന് പറയുന്നു. ഇത് ഞാനൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നസിന്റെ ഭാഗമായിട്ടത് ഞാൻ പറയുന്നത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടരുത്. പ്രത്യേകിച്ച് അടൂർ ഗോപാലകൃഷ്ണൻ. അതെ, സ്ത്രീകൾക്കെതിരെ ഒന്നും പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം പക്ഷേ സ്ത്രീകളിൽ അസൂയയും കുശുമ്പും ഉണ്ട് എന്ന് പണ്ട് കാലം തൊട്ട് പറഞ്ഞു വരും. അത് കൂടുതലും അവർക്ക് ഉള്ളത് കൂടെ സഹപ്രവർത്തകരായിട്ടുള്ള വനിതകളോട് തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് അമ്മയിൽ കാണുന്നതെന്നാണ് പറയുന്നത്. ഇനി സെക്രട്ടറി സ്ഥാനത്തേക്ക് രവീന്ദ്രനും കുക്കു പരമേശ്വരനാണ് മത്സരിക്കുന്നത്. അവിടെയും ഒരു വനിത വരരുതെന്ന് മറ്റു വനിതകൾ തീരുമാനിച്ചാൽ എങ്ങനെയാണ് ഇവിടെ വനിതകളെ പ്രൊമോട്ട് ചെയ്യുക? വനിതകൾ എങ്ങനെ മുഖ്യധാരയിലേക്ക് വരും? അപ്പോൾ അതിന് വനിതകൾ തന്നെയാണ് ദോഷമായി നിൽക്കുന്നത്. ഞാൻ ഈ ഒരു സമൂഹത്തിനൊരു അറിവാണ് ഈ പറയുന്നത്. വനിതകളെ കൊണ്ടുവരണം എന്ന് കരുതി മറ്റ് പുരുഷന്മാർ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുകയും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയും അവിടേക്ക് വനിതകൾ വരട്ടെ എന്ന് പറഞ്ഞ് മാറുകയും ചെയ്തപ്പോൾ ഇവിടെ വനിതകൾ തന്നെ അതിന് ദോഷമായി നിൽക്കുന്നുവെന്ന് പറയുമ്പോൾ ആരാണ് വനിതകൾക്ക്, സ്ത്രീകൾക്കെതിരായി പ്രവർത്തിക്കുന്നത് എന്ന് ഈ സമൂഹം മനസ്സിലാക്കും. അല്ലെ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പോലെ വനിതാ സംവരണം അത്തരത്തിൽ സീറ്റുകൾ വരേണ്ടി? അല്ല, അവിടെ വനിതാ സംവരണമുണ്ട്. കമ്മിറ്റിയിലേക്ക് 4 വനിതകളോ മറ്റും ഉണ്ട്. അത് കമ്പൾസറിയാണ്. അവിടെ 5 പേര് മത്സരിക്കുന്നു. 4 പേര് ഉള്ളിടത്ത് 5 പേര് മത്സരിക്കുന്നു. അത് അവിടെ സംവരണമുണ്ട്. തീർച്ചയായിട്ടും ആ സംവരണത്തിനപ്പുറമാണ് ഓഫീസ് ബെയറായിട്ട് ഇങ്ങനെ കൊണ്ടുവരണം തീരുമാനിച്ചത്. അവിടെ അൻസിബ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ അവിടെയുണ്ട് വനിത. അപ്പോൾ വനിതകൾ മാത്രമല്ല പുരുഷന്മാരും വേണ്ടേ ഇത് നയിക്കാൻ? മറ്റ് ഈ വനിതകൾ മാത്രം വന്ന് വനിതകൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുകയല്ലോ, പുരുഷന്മാർക്ക് വേണ്ടേ? പുരുഷന്മാർക്കും ആനുകൂല്യങ്ങൾ വേണ്ടേ? അവർക്കും അനുകൂല നിലപാടെടുക്കാൻ ആളുകൾ വേണ്ടേ? അതാണ് ഏത് സംഘടനയിലും സ്ത്രീകൾ വന്നോട്ടെ, പക്ഷേ പുരുഷന്മാരെ പുറന്തള്ളുന്ന തരത്തിലായി പോകരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.